കൺവെട്ടത്തിൽ ഒരാളെ പോലും കാണുന്നില്ല ബ്രോ. ഞാൻ എന്റെ ആളെ കണ്ടു ബ്രോ. നിന്റെ ആളെ കണ്ടെന്നോ? കാണിച്ചേ. നീ വണ്ടിക്കര് കാണിച്ചു തരാം. ഇത് പിടിക്കും. ഹലോ മാഡം, വേർ ഈസ് നാടുവാഴി ഹൗസ്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അറിയോ? ഇപ്പൊ നോക്കിക്കോ. മോളെ, ഈ നാടുവഴിയുടെ വീട്ടിലേക്ക് എങ്ങനെയാ പോകേണ്ടത്? നമ്മുടെ നാട്ടില് പുതുതായിട്ട് വന്ന് എഞ്ചിനീയർ ആയിരിക്കും വന്നിരുന്നത്. ഈ വഴി പോകാൻ പറ്റില്ല. എന്താ? പാലം റിപ്പയർ ചെയ്യാ. വന്ന വഴി റിവേഴ്സ് പൊയ്ക്കോ. 2 കിലോമീറ്റർ ചുറ്റണം. അങ്ങനെയല്ലേ? ആ അതെ അതെ. ഈ പെണ്ണെ ഇപ്പഴാ സൂര്യവംശം സിനിമ കണ്ടെന്ന് തോന്നുന്നു ബ്രോ. അതെ അതെ. ഹലോ മാഡം, വില്ലേജിലുള്ളവരൊക്കെ പാവങ്ങളായിരിക്കണം. ഇത്ര അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിലെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, പിടിച്ചിരിക്കടാ. എന്ത് ചെയ്യാനാ? കൊച്ചിനെ കാണാതെ ഇന്നൊരു പേരുണ്ടാക്കണം. കുറെ നാളായി. എല്ലായിടത്തും അന്വേഷിച്ചു നോക്കിയോ? ഞങ്ങൾ എല്ലായിടത്തും നോക്കിയതാ, കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുഞ്ഞിനെ വേഗം തിരിച്ചു തരണേ. നമ്മളിനി എന്താ ചെയ്യുന്നേ? ആദ്യം പോലീസിനെ വിളിക്കാതെ. ഞാനാണ് ഈ നാട്ടില് പുതിയത്. ഈ നാട്ടില് പോലീസ് വരികയല്ല. പോലീസ് വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ആരും രക്ഷിക്കാനാ? ഇതുപോലെ ഒരു പോലീസ് ഇങ്ങോട്ട് കയറിയിട്ടില്ല, അറിയാവോ? നിങ്ങളെ പോലുള്ള ആണുങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. മുനീശ്വരനെ സാക്ഷിയായിട്ട് വെച്ച് മഷി ഇട്ട് നോക്കാം നമുക്ക്. എന്തു പറയുന്നു? കുഞ്ഞിനെ എങ്ങനെ കാണാൻ പറ്റുന്ന നീ ഒന്ന് നോക്കി പറയണം മുനീശ്വര. എന്താ ബ്രോ, ഇവനാണോ ഇവിടുത്തെ CCTV ക്യാമറ? ഇവനെങ്ങനെ പറയും? ഇപ്പൊ കുട്ടി എവിടെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ആ കുട്ടി ഈവനോടെ ഇല്ല. എല്ലാം നിങ്ങളുടെ തെറ്റാണ്. കുട്ടി ജനിച്ചപ്പോ തന്നെ മുനീശ്വരൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ മുനി ആന്റി കുഞ്ഞിനെടുത്തോണ്ട് പോയത്. എന്താ ബ്രോ, ഇയാള് പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുനിയാന്റിയോട് ചോദ്യങ്ങൾ ചോദിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പോയി ചെയ്യാമോ? ഷൂട്ട് ചെയ്യാനാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി. കുട്ടികളില്ല. കുറെ മരുന്നുകൾ പരീക്ഷിച്ചു നോക്കി, ഒരു ഫലവുമില്ല. എല്ലാം ശരിയാകും. കൈയൊന്ന് നീട്ടേ. ഞാൻ എന്റെ വിഷമം പറഞ്ഞപ്പോ കടുക്ക എന്തിനാ തരുന്ന സ്വാമി? പെറ്റമ്മയേക്കാൾ ഒരുപടി മുകളിലാണ് കടുക്കായി. ഇത് ഞാൻ പറഞ്ഞതല്ല, പൂർവികരും സിദ്ധരും പറഞ്ഞതാണ്. ശ്രദ്ധിച്ച് കേൾക്ക്. ദിവസവും 5 ഗ്രാം കടുക്കപ്പൊടി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇളനീര് കൂട്ടി കഴിക്കുകയാണെങ്കിൽ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, പിത്തരോഗങ്ങളിൽ നിന്നും നാക്ക്, മൂക്ക്, തൊണ്ട, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, വൃക്ക, കരൾ, ഹൃദയം കൂടാതെ ഉഷ്ണം, ഹൃദയവേദന, പ്രമേഹം ഇതുപോലെ ജീവന് ഭീഷണിയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവം തന്നൊരു പ്രസാദമാണ് ഈ കടുക്ക. ഈ കടുക്കപ്പൊടി 48 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് വന്നാൽ കിഴവനും കുമാരനാകാമെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കടുക്കയെ നീ സാധാരണമായി കാണരുത് മകളെ. നീ കഴിക്കേ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. ശരി സ്വാമി. ആയിക്കോട്ടെ മകളെ, നന്നായി വാ. ചേട്ടാ, ഇതൊന്ന് ശരിയാണെന്ന് നോക്കാവോ? ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? ചേട്ടാ ഞങ്ങള് കണ്ടറിയില്ലേ, നമ്മുടെ അമ്പലം കെട്ടാൻ വന്ന എഞ്ചിനീയർ. ഇരിക്കേ. ഓക്കെ സാർ, താങ്ക്സ്. അപ്പോ നിങ്ങൾ എഞ്ചിനീയർ ആണോ? ചേട്ടാ ഞങ്ങള് അതെ സാറേ, ഇയാൾ എഞ്ചിനീയർ, ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാ നിങ്ങൾ ഈ അമ്പലം കിട്ടും. ഇവര് വീട്ടിലും എത്തിയോ? നിങ്ങൾ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമ്പലം ഏതാ? ചോദ്യം ചോദിക്കാൻ അറിയാവുന്ന നാടുവാടിക്ക് ഈ ചോദ്യം ആരോട് ചോദിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ തഞ്ചാവൂർ ക്ഷേത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്. അത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ നടുഭാഗത്തുള്ള ലിംഗത്തിന്റെ ഉയരം 12 അടിയാണ്. ഇത് നമ്മുടെ നാടിന്റെ അഭിമാനം തന്നെയല്ലേ? ആ ലിംഗത്തെ താങ്ങി നിർത്തുന്ന പീഠത്തിന്റെ ഉയരമാണെങ്കിലും 18 അടിയാ. ഇത് നിർമ്മിച്ചവരുടെ കഴിവല്ലേ? അത് മാത്രമല്ല, ക്ഷേത്രത്തിന്റെ മൊത്തം ഉയരം എന്ന് പറഞ്ഞാലോ 216 അടിയാ. ഇത് പൂർവികരുടെ കഴിവ് തന്നെയല്ലേ? ഗർഭപിണ്ഡത്തിനും നന്ദി പ്രതിമയ്ക്കും ഇടയിലുള്ള ദൂരം 246 അടിയാ. ഇത് മൊത്തം നമ്മുടെ നാടിന്റെ അഭിമാനമല്ലേ? നമ്മുടെ നാട്ടുകാർ തന്നെ നിർമ്മിച്ച ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തഞ്ചാവൂർ ക്ഷേത്രമാ. ഇതൊക്കെ എങ്ങനെ നിനക്കറിയാടാ? എല്ലാം വാട്സാപ്പിൽ കണ്ടാടാ. സന്തോഷം. എന്റെ മനസ്സിലുള്ള കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞു. താനാണ് ഈ നാട്ടിൽ അമ്പലം കെട്ടുക. എന്താ ശരിയല്ലേ? ഞാൻ പറയുന്നത് കേട്ട് ഉമാർ ക്ഷേത്രം കെട്ട പറയണോ? കമ്മിറ്റായി ബ്രോ. ഓസിയില് തങ്ങുന്നു, തിന്നുന്നു. ഇത് ഭവാനി, എന്റെ മോളാ.
മദ്രാസിലാണ് പിന്നെ പഠിച്ചത്. ഈ പെണ്ണാണോ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഹങ്കാരം. മോനെ ദേവിയുടെ അനിയരെ എന്തായാലും ഉണ്ടാവും. ധൈര്യമായിട്ട് നിങ്ങൾ അമ്പലം കെട്ടിക്കോളൂ. ആ മോളെ, വേലുവിന്റെ ഇന്ന് താക്കോല് വാങ്ങി ദാ ഇവരുടെ കയ്യിലോട്ട് കൊടുത്തോളൂ. ആ ശരി അച്ഛാ. എടാ എന്തിനാടാ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞേ? ബ്രോ അങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ വിചാരിച്ച ഷൂട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ശരിയാ. ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ സത്യം പറയുമ്പോ എന്താ ബ്രോ നന്നായിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നേ? തനിയെ വന്ന എഞ്ചിനീയർ ക്യാരക്ടർ എന്തിനെടുത്ത് മാറ്റുന്നേ? എടാ നമ്മൾ എഞ്ചിനീയർ അല്ല മീഡിയക്കാരാണെന്ന് ഭവാനി അറിഞ്ഞാലുണ്ടല്ലോ അവൾക്ക് നല്ല വിഷമാവില്ലേ? ഓ കഥ അങ്ങനെയല്ലേ പോകുന്നേ? ഞാൻ എല്ലാ കാര്യങ്ങളും ഭവാനിയോട് പറഞ്ഞാലോന്ന് ആലോചിക്കുന്നത്. അവള് പെർമിഷൻ തരുവാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താ ചെയ്യണേ നമുക്ക് ആലോചിക്കാം. ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? ഈ നാട്ടുകാരെങ്ങനെ പറഞ്ഞ് തല്ലി കൊല്ലും. ഓൾറെഡി ഇവിടുത്തെ പിള്ളേരൊന്നും കാണുന്നില്ലെന്ന് പറയുന്നത്. ഇനി അതിന്റെ കാരണം നമ്മളാണെന്ന് പറഞ്ഞു കളയും. മനസ്സിലായോ? അപ്പൊ എന്താടാ ചെയ്യാ? ഓ അച്ഛൻ ദേവിക്ക് അമ്പലം പണിയാൻ പറയുന്നു, നീ അയാളുടെ മോളെ കെട്ടണമെന്ന് പറയുന്നല്ലേ? മീഡിയക്കാരാണ് നിങ്ങള്. ഈ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് കുഴിച്ചു മൂടും. എന്താ അങ്ങനെ ചെയ്യട്ടെ? ഇന്നെ പിടിച്ചോ. നിന്നെ കണ്ട ഇടടാ. സെക്കൻഡ് തന്നെ തീരുമാനിച്ച നീയാണ് എന്റെ വൈഫ് എന്ന്. ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഏത് ചാനലാടാ വെക്കാൻ പോന്നെ? ഭവാനി ഭവാനി പണി കിട്ടിയാലോടാ. ഇങ്ങോട്ട് വാങ്ങട്ടെ. എന്താ ഗ്രാമത്തലവാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇതുവരെയായിട്ട് നമ്മുടെ നാട്ടില് 8 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാ കേട്ടത്. ഇതുപോലൊരു സംഭവം മുമ്പ് നടന്നിട്ടേ ഇല്ല. കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ മക്കളെ നരിയാണോ നായാണോ കൊണ്ടോയോന്ന് അറിയാത്ത ജീവിതം ചത്തുപോകുന്നത് ഇതിലും നല്ലത്. ഇതൊക്കെ ആലോചിക്കുമ്പോ നെഞ്ചു വിങ്ങി പൊട്ടുവോ മുതലാളി? ഇനി ആരും കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് എന്നെ പോലെ ജീവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആരും ഇവിടെ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന മക്കൾ നഷ്ടപ്പെടുന്ന കേട്ടിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്ക്. ചേട്ടാ ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യേ. അപ്പോഴല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക. ഇവിടെ പോലീസ് ഒന്നും വരാൻ ഇതുവരെ ഈ മണ്ണില് പോലീസുകാർ വന്നിട്ടില്ല. ഇതൊക്കെയാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കരുതുന്നേ? പോലീസ് വന്ന മോശമാണെന്ന് വിചാരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതെ അതെ, പോലീസ് വന്നാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. ഇത് പ്രശ്നമാവുമല്ലോ. സ്റ്റാർട്ടിങ് ഇതാ. നമസ്കാരം സാർ. നമസ്കാരം. എത്ര പിള്ളേരെ കാണാതെ പോയിട്ടുണ്ട്? 8 കുഞ്ഞുങ്ങളാണ്. 8 പിള്ളേരെ. ഇത്രയും പിള്ളേരെ കാണാതായിട്ടും 1, 2, 3 നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുവായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്? പറയണോ. ഇതുകൊണ്ടാ നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ക്രൈം ഒക്കെ നടക്കുമായിരുന്നോ? എന്തിനാ സാറേ പഴയ കഥയൊക്കെ പറയുന്നേ? ആദ്യം കുഞ്ഞുങ്ങളെ കണ്ടെത്തി താ സാറേ. നിങ്ങളുടെ കുട്ടിയാണോ കാണാതെ പോയത്? നരി പിടിച്ചോണ്ട് പോയെന്ന് സ്വാമി പറഞ്ഞു സാർ. സ്വാമിയാ? അത് സാമിയാ പറഞ്ഞേ. ആരാ മന്ത്രവാദി? ഇതൊക്കെ നിന്റെ പണിയാണോ? സാറേ ഇതെന്റെ അനിയനാ. അനിയനോ? നാട്ടിലൊരു സമാധാനം. രാത്രി ഉറക്കമില്ലാതെ എല്ലാവരും പേടിച്ചിട്ടാ സാറേ ജീവിക്കുന്നത്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. എത്ര നാളായിട്ട് പറയുന്നു, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? എടാ കോൺസ്റ്റബിളെ, എല്ലാവരുടെയും കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കാം. വാങ്ങാം സാർ. ഇവനെ കണ്ടാലും എനിക്കൊരു സംശയമുണ്ട്. അയ്യോ, നമ്മളെ പിടിക്കുമെന്നാ തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഈ നാട്ടില് പോലീസ് വരുന്നത്. ആ പോലീസ് വന്നല്ലോ. പോലീസ് ഇല്ലാതെ ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിലാണോ തീരുമാനിക്കുന്നത്? ഭയങ്കര കഷ്ടം തന്നെ. അല്ല ബ്രോ, പോലീസ് എൻക്വയറി ചെയ്തെല്ലാം ഷൂട്ട് ചെയ്തില്ലേ? അല്ല പോലീസ് വന്നില്ലേ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതല്ല, ഇനി നമ്മുടെ നാട്ടില് ഒരു കുഞ്ഞിനും കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അൻപ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതല്ല ഞാൻ പറഞ്ഞത്. പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷിക്കാം. അതെ ആനന്ദ്, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. പറ ബ്രോ. എടാ ഓരോ സ്ട്രീറ്റിലും ഒരു ക്യാമറ വെച്ച് ഫിക്സ് ചെയ്താലോ? ഈ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലേ? 24/7 നമുക്ക് ഫുൾ ഏരിയ വാച്ച് ചെയ്തോണ്ടിരിക്കാം. ആരാ എന്താ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. നീ എന്ത് പറയുന്നു? എവിടെയൊക്കെ വെക്കണമെന്ന് ഞാൻ പറയാം. ഡീൽ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ പെർഫെക്റ്റ്. ശരി വാ. പെട്ടെന്ന് ക്യാമറ ഫിക്സ് ചെയ്യാൻ ആരെങ്കിലും വന്നാ ആരെങ്കിലും വരും. പെട്ടെന്ന് ചെയ്യടാ. ഞാൻ നോക്കാം. ഞങ്ങൾ നോക്കുന്നുണ്ട്. വേഗം ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങണം. ചെക്ക് ഓക്കെ ദാ, മതി മതി, വാ ഇറങ്ങ. വാ. ഇത് ഫസ്റ്റ് ക്യാമറ, ഇത് okay. സെക്കൻഡ്, ഇത് ഇത് okay. തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ അല്ലേ? ഓക്കെ 4 സ്ട്രൈറ്റ് ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ആ 4ാമത്തെ ക്യാമറ മാത്രം ഒന്ന് കാണിച്ചേ. എല്ലാം കറക്റ്റാടാ. ഇത് മേലത്തെ തെരുവ്. ആ ഓക്കെ. ഇത് പഞ്ചായത്ത്. ഇത് താഴത്തെ തെരുവ്. സൂപ്പർ. ഇനി
ഇനി ആരെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് കാണാലോ. പാമ്പ് എന്ത് കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോണ നരിയല്ല പാമ്പാണെന്നോ? പാമ്പിനെ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എടാ ഇവിടെ നോക്കി, ഇയാളെ ഇത് നരിയൊന്നുമല്ല, ഏതോ കള്ളന്മാര് ചെയ്യുന്ന പണിയാ. ഇയാ ആ 4ാമത്തെ ക്യാമറ നോക്കി, ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അല്ലേ? നോക്കി, ആ തെരുവിന്റെ അല്ലേ ഇത്? അതെ അതെ, നീ വാടാ പോയി നോക്കാം. നോക്കാം. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രമല്ല പരിഹാരം പറഞ്ഞു കൊടുക്കും. അവരാടാ പിടിക്കണം, പിടിക്കണം. പിടിക്കണം, വാ. എടാ, നിക്കേ. ഡോ, ഡോ. എടാ, നിക്കടാ. എടാ, നിക്കടാ. നിക്കടാ അവിടെ. അവിടെ നിക്കാൻ. എടാ, പിടിക്കണം. എടാ, എടാ, നിക്കാൻ പറഞ്ഞത്. നിക്കാനാ പറഞ്ഞെ. എടാ, അവിടെ നിക്കാൻ. ഈ അവസാന കുട്ടിയെ നീ എടുത്തുകൊള്ളുമുണ്ടോ? നിങ്ങൾ അല്ലടാ. എടാ, നീ തിരിച്ചു വന്നു ഏറ്റപ്പോ നാട് വെച്ചിട്ടാണോ വന്നത്? നീ നാട്ടിൽ നിന്ന് കാണാതെ കുഞ്ഞുങ്ങളെല്ലാം നീയാ കൊണ്ടുപോയതല്ലേ? ആ കുഞ്ഞിനെ തള. നിനക്ക് എന്ത് ആരെയും വേണം? പോകുന്നില്ലടാ. നീ പറ്റുന്ന നിന്റെ ചെയ്യ്. ദേഷ്യം വന്നാ നിന്നെ മാത്രമല്ലടാ എന്നെ കൊല്ലും. നീ ചാവടാ. നീ ചത്ത് തൊലയും. ഇങ്ങോട്ട് തള. നിന്റെ വംശം നശിപ്പിക്കാതെ ഞാൻ വിടുക. അവരെ കൈ കിട്ടിയാ വെട്ടി തൂണുകളാക്കാൻ. ഈ കൂട്ടരെ ഒന്നും വിട്ടേക്കരുത്. കണ്ട വെട്ടി കൊന്നേക്കണവന്മാരെ. ഇവര് ചെയ്ത തെറ്റ് ഇവർക്ക് തന്നെ വിനയായി. ഇവരെ ചാക്കിൽ കെട്ടി കാട്ടിക്കൊണ്ടേറി. ശരി 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 ശരി, അങ്ങനെ തന്നെ ചെയ്യണം. ശരി. ഒത്തിരി നന്ദിയുണ്ട് മോനെ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം.